ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം അസർട്ടീവ് സെന്റൻസസിൽ പഠിക്കാൻ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കി വെക്കാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് ഓരോ സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പം ക്ലാസ് മുന്നോട്ടും കാണുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ബി ഓർ ഫോം ഓഫ് ബി അല്ലേ. ബിയുടെ ഫോം ഏതൊക്കെയാണ് അല്ലേ. നമുക്ക് പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബി ശ്രദ്ധിക്കണം. അതായത് ആക്റ്റീവ് വോയിസിൻ്റെ സ്ട്രക്ചർ ഏതാണ്? സബ്ജക്റ്റ് വരും അല്ലേ, ഹെൽപ്പിംഗ് വെർബ് വരും, ദെൻ വെർബ് വരും, ഒബ്ജക്റ്റ് വരും. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ ആക്റ്റീവ് വോയിസിൻ്റെ സ്ട്രക്ചർ ഇത്. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ ഒബ്ജക്റ്റ് വരും, ഹെൽപ്പിംഗ് വെർബ് വരും, ദെൻ ബി വരും, V3 വരും, ദെൻ ബൈ പ്ലസ് എന്ത് വരും